ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയൊരു സാധനം. ഇത് എന്തുവാന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഇത് ചേമ്പില്ലേ, വെട്ടിച്ചേമ്പിന്റെ താള്, തണ്ടെന്ന് പറയും, താളെന്ന് അതിന് പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ ഇന്ന് തോരൻ വെക്കാൻ പോകുന്നു. ഓമനമ്മ അത് കഴുകി ഇപ്പൊ അരിയും. ഇത് മണ്ണൊക്കെ കാണും, അന്നേരം നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം. ഇന്നൊരു വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത്. പുതിയ അടുപ്പിലാണ് നമ്മൾ വെക്കുന്നത്. കുറച്ച് ദിവസമായി ഞങ്ങള് പാചകമൊക്കെ ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവിടെ അണ്ണനൊരു ചെറിയ വർക്കുണ്ടായിരുന്നു. ആ വർക്കിന്റെ ഒക്കെ വീഡിയോ വരുന്നതായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇത് കൊത്തിയരിയുന്നത്, ചെറുതായിട്ട് ഇങ്ങനെ കൊത്തിയരി. ഇത് പന്നി കൊണ്ടുപോകുന്ന കാര്യമില്ലേ? ഞാൻ വിചാരിച്ചു ഈ ചേമ്പ് പന്നി കൊണ്ടുപോകായിരിക്കും. ഞാൻ വിചാരിച്ചു ഇനി ഈ രണ്ടെണ്ണമല്ലേ ഉള്ളായിരുന്നു. ചേമ്പും താള പിണ്ടി. പിണ്ടി, ശരിയാ, പിണ്ടി. പിന്നെ ചേനത്തണ്ട്. എനിക്ക് ചേനത്തണ്ട് വലിയ ഭയങ്കര ഇഷ്ടം. വൻപയറിട്ട് തോരൻ വെക്കണം. ചേനത്തണ്ട് അങ്ങനെ എടുത്താലും നല്ല. ഇതൊക്കെ കൂട്ടാൻ കൊള്ളാന്ന്. ഇതൊക്കെ നമ്മുടെ ചന്തയിൽ മേടിക്കാൻ കിട്ടാത്ത സാധനങ്ങളൊക്കെ അല്ലേ? ആഴക്കും കിട്ടും, ഇതൊന്നും കിട്ടത്തില്ല. അമ്മയൊക്കെ അമ്മയുടെ വീട്ടിൽ വെച്ചേ പണ്ട് ഇതൊക്കെ എടുത്ത് തോരൻ വെക്കുമായിരുന്നു. നല്ല നല്ല രുചിയായിരുന്നു. ഞാൻ അങ്ങനെ കൂട്ടിയിട്ടില്ല. ഇത് എന്തൊക്കെയാ ചേർക്കുന്നത്? തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, ജീരകം, കരിയാപ്പല, ഇതെല്ലാം കൂടെ, ശകല മുളക് പൊടി എല്ലാം കല്ല് വെച്ച് ചതച്ചിട്ട്. മറ്റേ നമ്മള് നല്ല വാഴക്കൂമ്പും എല്ലാം ഒക്കെ തോരൻ വെക്കുന്ന പോലെ അല്ലേ? അത് വറുത്തിട്ട് കല്ലിട്ടിട്ട്. വേവുണ്ടോ ഒത്തിരി? ഇത്രയും കൂടെ അരിയാണല്ലേ? ഇത് വെന്ത് കഴിയുമ്പോ ഇച്ചിരി ഉള്ളായിരിക്കും. ഞാനിവിടെ കുത്തി അരിയോ അമ്മയെ സഹായിക്കാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ അരിഞ്ഞാൽ മതിയോ അമ്മ? വലുതായിട്ടാണോ വീഴുന്നത്? പൊടിയായിട്ട് അരിയണോ? ഇങ്ങനെ അരിഞ്ഞാൽ മതിയോ? നല്ല രസമുണ്ട് ഇത് അരിയാന്. ഇത് പൊന്നപ്പന് ഈ തോന്നൊന്നും കൊടുത്തില്ല. പൊന്നപ്പന് രസം ഉണ്ടെങ്കിൽ പിന്നെ അത് മതി ചോറ് കഴിക്കാൻ. കായം തീർന്നു. 3 ദിവസം അങ്ങോട്ട് പറയും. ഞാൻ അരിയുന്ന ശരിയാവുന്നുണ്ടോ? ഇങ്ങനെ കരിഞ്ഞു പോയി. അമ്മ പണ്ടൊരു പാട്ട് പാടുമായിരുന്നല്ലോ. എന്തോ ഒരു പഴയൊരു പാട്ട് പാടുമായിരുന്നില്ല അമ്മ? ഇങ്ങനെ ഇവിടെ ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഞാൻ കേൾക്കാം. അമ്മ അതൊക്കെ ഇങ്ങനെ പാട്ട് പാടുന്നത് ഞാനങ്ങ് മറന്നുപോയി. ആ പാട്ട് ചക്രവർത്തിനി എന്നുള്ള പാട്ടാണോ? ഒരു നാടകഗാനമാണോ? ഇത് ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്നേന്നുള്ള ആ പാട്ടാണ്. എനിക്കറിയത്തില്ലേ ആ പാട്ട്? അമ്മ കേട്ടിട്ടുണ്ടോ അത്? ആ പാട്ടെന്നാ ഞാൻ പാട്ടെ. അമ്മ കേട്ടിട്ടില്ലേ അമ്മ പാട്ട്? അച്ഛൻ പാടുന്ന കേട്ടിട്ടുണ്ട്. അച്ഛൻ എന്ത് പാട്ടൊക്കെ, നല്ല പാട്ടൊക്കെ ആയിരുന്നു. എന്നെ പാടി ഉറക്കുമായിരുന്നു. രേഖയുടെ കൊച്ചുനാളി രേഖ ഉറങ്ങത്തില്ല. ഞാൻ അതിന് അണ്ണനെ പറയാം, അണ്ണ അത് കൊച്ചിനെ ഒന്ന് പാട്ട് പാടി ഉറക്കണം. അന്നേരം പാട്ട് കേൾക്കുമ്പോഴേ ഞാൻ ഉറങ്ങും. അണ്ണൻ പാട്ട് പാടത് അണ്ണൻ അടിക്കി അങ്ങോട്ട് പിടിച്ചോണ്ട് കിടത്തി പാട്ട് പാടി ഉറങ്ങിക്കോ മക്കളെ. അതുപോലെ ആയിരുന്നു അണ്ണനെ പണ്ട് പാട്ട് പാടുന്ന. അച്ഛന് ഇങ്ങനെ തോളത്തിട്ട് പാട്ട് പാടി ഉറക്കുമായിരുന്നു. അണ്ണൻ പറയായിരുന്നു. ഒരു പാട്ട് പാടമേ? നീ അങ്ങ് പാടാം. ഞാൻ പാടാനോ? ആ നാടകഗാനം പാടാനോ? അറിയാൻ നല്ലൊരു പാട്ടാണ്. ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാര, ഓ ഗന്ധർവരാജകുമാര, പഞ്ചമിച്ചന്ദ്രിക പെറ്റു വളർത്തിയ രാജകുമാരി. ചേമ്പുംതാൾ അരിഞ്ഞു കഴിഞ്ഞ് അതിന് ചേർക്കാൻ വേണ്ടിയുള്ള തേങ്ങായും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയാണ്. കരിയാപ്പലയും കൂടെ വേണം. ഇത് കല്ല് വെച്ച് ചതയ്ക്കണം. ചതച്ചിട്ട് നമുക്ക് തോരൻ വെക്കാം. അമ്മ കല്ലേ വെച്ചാ തേങ്ങ ചതയ്ക്കുന്നത്. കല്ല് വെച്ച് ചതച്ചാൽ നല്ല രുചിയാ. നല്ല ഇല്ലേ?
കല്ല് വെച്ച ചതച്ച് കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ട്. ഇങ്ങനെയുള്ള സൗണ്ട് ഇല്ലേ ഈ ചില വീട്ടിലൊക്കെ കേൾക്കാൻ നേരത്തെയൊക്കെ ഈ എന്തുവാ കല്ല് വെച്ചിങ്ങനെ ഈ കഴി വെച്ചില്ലേ തേങ്ങയൊക്കെ ഇങ്ങനെ കുത്തി ചതക്കത്തില്ലേ സൗണ്ട് ഇല്ലേ? ഇപ്പൊ എല്ലായിടവും മിക്സിയുടെ സൗണ്ടാ കേൾക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ആയിരിക്കും ചമ്മന്തിയൊക്കെ ആയിരിക്കും ഞാൻ കല്ല് വെച്ച്. ഇപ്പൊ ഭയങ്കര വെയിലല്ലയോ, പെട്ടെന്നാ ചാച്ചെടുക്കാൻ. കരിയാപ്പില എടുത്തില്ലേ അമ്മ? കരിയാപ്പില എടുത്തോട്ടെ. നമ്മളെന്നാ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തോരൻ വെക്കാൻ പോവാ. അന്നേരം ഭയങ്കര വെയില, ചൂട് കെട്ടാത്തോണ്ട് ഈ വാഴ നിക്കുന്നോണ്ട് ഒരു ചെറിയൊരു വാഴക്കൈയുടെ ഒരു തണലുണ്ട്. തീപ്പൊക്കെ എന്തേ അതാണ്ട് അടുപ്പ് കത്തിക്കട്ടെ. അടുപ്പ് കത്തിക്കാൻ പോവാ ഞാൻ. കത്തിക്കുന്നു. തീ കത്തിച്ച് ഇനി എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് വേണ്ട ഈ ചുമന്നുള്ളി ഉണ്ടല്ലോ, ചുമന്നുള്ളിയും മറ്റിലിമുളകും ഇതും ഇടണം. ഇതിട്ടിട്ട് ഇത് വരുന്ന ചേമ്പിന്റെ താള് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അയ്യോ കടുക് പൊട്ടുന്നേ, മാറിയിരിക്കും. പൊന്നമ്മനാണെങ്കിലേ ഇവിടെ എന്തേലും പാചകം ചെയ്യുമ്പോണ്ടല്ലോ ഹെൽമെറ്റ് എടുത്ത് തലവെച്ചോണ്ടായതുകൊണ്ട് എന്നിട്ട് ഇങ്ങ് മാറിയിരിക്കും. ആ കുഞ്ഞിയാലേ വലിയൊരു ഹെൽമെറ്റ് എനിക്കങ്ങ് ചിരി വരുവന്നത്. പൊന്നപ്പന്റെ ഓരോരോ മുളകായി ഇളക്ക് അത് മാറ്റല്ലേ. ഉപ്പ് എടുത്തായിരുന്നോ? ഉപ്പ് എന്ത് ഉപ്പ് പൊടിയാണോ എടുത്തത്? ആ എന്താ ഉപ്പ് നീരായിരുന്നു ഒഴിക്കുന്നത്. പക്ഷെ ഇച്ചിരി ഉപ്പ് പൊടി ഇടുക ഞങ്ങൾ തൽക്കാലം. പിന്നെ ഇച്ചിരി ഈ പിന്നെ വെന്ത് കഴിയുമ്പോ വെള്ളം പോലെ വരും, അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് പൊടി ഇടുക. ഇത് വെന്ത് കഴിയുമ്പോ ഇച്ചിരിയേ കാണത്തുള്ളൂ. അതിടല്ലേ? അതിടുന്നില്ല. ഇത് കൈ ഇടാനാണോ? ഇതടപ്പേലിട്ട് ഇളക്കി ഇച്ചിരി പൊടി കൂടി ഇട്ടിട്ട് അടച്ച് പുക കണ്ണിലോട്ട് ഇങ്ങോട്ടടിക്കും. അതാണ്ടില്ലേ വരുന്ന കരയുന്നത്. അതിന്റെ കണ്ണിൽ നമ്മുടെ ഇല്ല പച്ചക്കിളി ഇല്ലയോ, 2-3 ഇല്ലായിരുന്നോ നമ്മളുടെ എടുത്തോണ്ട് വന്നേ? ഇത് ഇടുവാന്നേ. ചേനല്ലേ, ചേമ്പിന്റെ താളരിഞ്ഞത് കടുക് വറുത്ത് അതിലോട്ട് ഇടുക. ചീനിച്ചട്ടി നിറച്ചുണ്ടല്ലോ ഇല്ലയോ? തീ ഇത്രയും വേണമേ? ഇതുകൂടി ഇടുവല്ലയോ? അരപ്പ് ഇടുവന്നോ? പൊടി ഇത്രയും വേണോ? കാണോ? ഒത്തിരി ഉപ്പാകുകയും ചെയ്യരുത്. ഇത്ര വേണം. സാധാരണ ഉപ്പ് നീരാ ചേർക്കുന്നത്. ചേമ്പിന്റെ താളായിട്ടാണ് ഉപ്പ് പൊടിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇതിന്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ ആക്കി വെക്കാം അല്ലേ? കളിക്കണം. ചെറിയ തീയിട്ടാ പോരെ? അടേക്ക് ഇങ്ങനെ വെക്കണം. ഇത്ര ഒഴിക്കണോ? പാത്രത്തിൽ എന്ത് അടപ്പാണോ? തീ അത് മതിയമ്മേ? അടയ്ക്കട്ടെ? ഇനി ഇത് അടച്ചു വെച്ച് ഇനി ഒന്ന് വേവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നമുക്കിനി ഇത് ശരിയായൊന്ന് നോക്കാം. ഇതിന് ഇച്ചിരി വെള്ളം പോലെ ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും ഇപ്പൊ രുചിച്ച് നോക്കിയാലോ?
വെന്ത് കൊള്ളാൻ നല്ല രുചിയുണ്ട്. തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ ബൈ.